പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മാറ്റമുണ്ടാക്കുക. നമ്മൾ അകത്ത് എങ്ങനെ ഇരിക്കുന്നു എന്ന് പ്രത്യക്ഷമായി നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. നമുക്ക് പോലും അറിയില്ല, നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അകത്തുള്ളത് അങ്ങനെ അങ്ങ് പ്രതിഫലിച്ചു കളയും. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയത്, എന്ത് ടെക്നിക്കാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്, എന്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതൊക്കെ പറയാൻ പറ്റിയ സമയം. നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ടോ? ഇവിടെ ജോലിയുണ്ട്. സ്കില്ല് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ജോലിയുണ്ട്. സ്കില്ല് പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ അത് പഠിച്ചെടുക്കുക തന്നെ വേണം. സ്കില്ല് നമുക്ക് ആർക്കും കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, സ്കില്ല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കുട്ടികള്, അച്ഛൻ അമ്മയുടെ അല്ലേ ഈ പറഞ്ഞു, ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ അവരോട് പറയാം, കുട്ടികളോടൊന്നല്ല ഏത് പ്രായത്തിലുള്ളവർക്കും പറയാണ്, നമ്മൾ എപ്പോഴും സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനിവിടെ ഞാൻ തന്നെ പറയാം, എന്റെ കാര്യം പറയാം. മിനിയാന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. വെബിനാർ ഇപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന സൂം സെഷനാണ്, ക്ലാസ് ആണ്. വെബിനാർ കണ്ടക്ട് ചെയ്യാൻ വന്ന് പറഞ്ഞു. ഞാൻ PPT ഒക്കെ റെഡിയാക്കി, വെബിനാർ വെക്കണം, PPT എന്ന് പറഞ്ഞ സാധനം കാണിക്കണം, അതിലൂടെ കുറെ എഴുതിയത് കാണിക്കണം, ഒക്കെ ഞാൻ വെബിനാർ എന്ന് പറയുന്ന സാധനം. എന്നെ ഒരു സൈഡിൽ ചെറുതായിട്ട് കാണും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഴുതി ഞാനിപ്പോ പറയുന്ന സാധനങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് വലിയ അക്ഷരത്തിൽ കാണിക്കുന്നതിനാണ് PPT എന്ന് പറയുന്ന സാധനം. ഞാൻ കാലങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. പണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ ക്ലാസ് 1.5 വർഷമായിട്ട് ഇത് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും ഉപയോഗിക്കില്ല. കമ്പ്യൂട്ടർ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇത് എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് എങ്ങനെയാലും ഇത് പറ്റുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. എത്രയാലും ചെയ്യുന്നില്ല. ഞാൻ ഷെയർ ചെയ്യാൻ നോക്കുമ്പോഴേക്ക് മലയാളം ഫോണിന്റെ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഞാനിത് ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ആ കാര്യത്തേക്ക് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്കറിയാം ഇത് എങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ വേഗം എടുത്ത് നോക്കുമ്പോൾ എന്നിട്ട് ഞാൻ എല്ലാവരും പറഞ്ഞു, ഇല്ല നമുക്ക് ഇങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഓക്കെ. പക്ഷെ വെബിനാർ എന്ന് പറയുന്ന ആ സാധനം ചെയ്യാൻ എനിക്കറിയാത്ത എന്റെ കുറവാണ്. അത് ഞാൻ പഠിച്ചെടുത്തേ പറ്റൂ. അതൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ജോലിക്കാരനാണെങ്കിൽ അവിടെ നിന്ന് വെബിനാർ ഇത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ജോലി അവിടെ തീർന്നു. ഞാൻ പക്ഷെ രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് അപ്പൊ തന്നെ പഠിച്ചു. എങ്ങനെ ഇത് നോക്കും, 100 വഴികൾ കണ്ടെത്തി. ഇപ്പൊ എല്ലാം പഠിക്കാൻ മറ്റുണ്ടല്ലോ, പഠിച്ചു നോക്കി, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് കുട്ടികൾ നല്ല, അതാണ് ഏറ്റവും കൂടുതൽ വിഷയം. നമ്മുടെ എല്ലാവരും അപ്ഡേറ്റ് ആവണം. നമ്മൾ എപ്പോഴും ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. ഭയം കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഭയം, നമ്മൾ മനസ്സൊരു വിസ്മയത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു, ഭയം എന്ന് പറയുന്ന വികാരം മാറ്റാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ് സൗദാമിനി അത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ്? ഭയം എന്ന വികാരം മാറ്റാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഭയത്തെ ധൈര്യത്തോടെ നേരിടുക എന്നതാണ്. നമ്മൾ എന്താണോ ഭയക്കുന്നത് അത് ചെയ്യുക. ഭയത്തെ നേരിടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ചെയ്യുക. വേറെ ഒരു മെത്തേഡ് ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഭയം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വികാരം മാത്രമാണ്. അത് ചെയ്തു കഴിയുമ്പോൾ ആ വികാരം അവിടെ പോവും, ആ അവസ്ഥ പോവും. കൃത്യമായി 10 മാലിന്യങ്ങളിൽ പെട്ട ഒന്നാണ് ഭയം എന്ന് പറയുന്നത്. ആൾക്കാർ പറയണ എനിക്ക് ഭയമാണെന്ന്. എനിക്ക് ഭയമാണ്. അപ്പൊ അത് മാറ്റാൻ ആർക്കാ പറ്റുക? എനിക്കേ പറ്റുള്ളൂ, വേറെ ഒരാൾക്കും പറ്റില്ല. പിന്നെ ധൈര്യം, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ പറ്റും. ഓക്കെ, ഡു ഇറ്റ്, ഐ ആം വിത്ത് യു, ഡു ഇറ്റ്, ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ തള്ളാൻ പറ്റും. പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യാം, അല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും പറയണം, ഭയമുണ്ട് എന്ന് പറഞ്ഞ് ഏതൊരു കാര്യത്തിൽ നിങ്ങൾ മാറ്റി വെക്കുന്നുവോ അത് അന്നേരം തന്നെ ചെയ്ത് കളയാം. അത് ആ ഒറ്റ വഴി. ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ജീവിതത്തിൽ മാറ്റാണെന്ന് പറയും, മാറണമെന്ന് പറയല്ലോ. നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ മാറുള്ളൂ, അല്ലാതെ ഒരു മാറ്റവും വരില്ല പ്രവർത്തിക്കാതെ. നമുക്ക് ഇതുപോലെ ക്ലാസ്സുകൾ കേട്ടിട്ട് മോട്ടിവേഷൻ ആവാം, നിങ്ങൾക്ക് പ്രേരണ ഉണ്ടാക്കാം, പക്ഷെ ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ആക്ഷൻ വേറെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അത് എനിക്കേ ചെയ്യാൻ പറ്റും. താങ്ക് യു. മോഹിനി, ഒരു കാര്യം ചെയ്യൂ, ഒന്ന് മോളെയും കൂടി കണക്ട് ചെയ്ത് നോക്കാം, എന്താണ് അവളുടെ വിഷയം ഒന്ന് നോക്കി പഠിച്ചു നോക്കാം നമുക്ക്. ഏതായാലും ജോലി ഇത്രയും വിഷയം വേണമല്ലോ, ഇത്രയും പഠിച്ചല്ലേ. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ. മോൾക്ക് ഒരാൾ റാം എന്ന് പറഞ്ഞ ആൾ കോൾ ചെയ്തിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. ദി റൈസിംഗ് സൺ രശ്മി എന്ന് പറയുന്ന മാഡം
അവരുടെ CV അയച്ചിട്ടുണ്ട് അവിടത്തേക്ക്. ഉം. അപ്പോൾ രശ്മിക്ക് ചില സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു തോന്നി. ഈ രശ്മി ആരാന്ന് മോക്ക് അറിയില്ല. രശ്മി നമ്മുടെ അപ്പോൾ ക്ലാസ്സിൽ ലേഖ മാഡം പറഞ്ഞാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ല, നമ്മുടെ ഇവിടെ ക്ലാസ്സിലുണ്ട് രശ്മി. അവള് അതെ അവരുടെ നമ്പർ അവർക്ക് അറിയില്ല. അവർക്കത് എഡിറ്റ് ചെയ്ത് അയക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നാ പിന്നെ നിങ്ങൾ മോളോട് അവൾക്ക് ലേഖയോട് കണക്ട് ചെയ്യാൻ പറയാം. രശ്മി നമ്പർ ഞാൻ കൊടുക്കാം. അല്ലെ എന്നോട് മെസ്സേജ് അയക്കാം. ആയിക്കോട്ടെ സാർ, താങ്ക് യു സാർ. എന്താന്ന് വേണ്ടത് ഇപ്പൊ ഇതിനിടയിൽ മോള് ചോദിച്ചാൽ സംസാരിക്കുന്നത്. അതും വേറെ കാര്യമാണ്. നിങ്ങൾ മോള് വന്ന് ഈ നമ്മള് ജോലി ആർക്കാണ് ആവശ്യം? നമുക്കാണ് ആവശ്യം. അപ്പൊ നമ്മളത് നിരന്തരം അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. പരിചയമുള്ളവരുടെ നമുക്കിപ്പോ എപ്പോഴും തന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലിമിറ്റേഷൻ എന്താ പറഞ്ഞാല് അവള് പറയുന്ന അവർക്ക് സിവിലിന്റെ ആ വർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു വിഷയമുണ്ട്. പക്ഷേ ഈ എല്ലാ കമ്പനികളും പെൺകുട്ടികളായതുകൊണ്ട് സൈറ്റ് വർക്കിന് പ്രിഫർ ചെയ്യുന്ന കമ്പനി കുറച്ച് കുറവാണ്. സൈറ്റിലേക്കാണ്. സിവിൽ ഇവിടെ വർക്ക് സൈറ്റിലാണ്. പക്ഷെ ഇവിടെ സൈറ്റ് വർക്ക് ലേഡീസ് പെൺകുട്ടികൾ പോകുന്ന കുറച്ച് കുറവാണ്. ഉണ്ട്, നല്ല കുറവാണ്. ഓഫീസ് വർക്ക് ആധികം ഉണ്ടാവുക. പക്ഷെ ഓഫീസ് വർക്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്നാലും ഞാൻ രശ്മിയോട് പറഞ്ഞു, രശ്മി അവര് കോൺട്രാക്ട് കുറെ ഉള്ള കമ്പനികളാണ്. നോക്കാം, എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റാം എന്ന് പറയുന്ന ആള് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് CV എഡിറ്റ് ചെയ്ത് ഓക്കെ പറയാം, നോക്കാം, മെസ്സേജ് അയക്കാം. CV എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ അല്ല, CV എഡിറ്റ് ചെയ്യാൻ അവിടെ എനിക്ക് അയച്ചപ്പോ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ CV പറ്റില്ല, മാറ്റണം എന്നുള്ളത്. പിന്നെ അവൾ എനിക്ക് പിന്നെ തിരിച്ച് മെസ്സേജ് രണ്ടാമത് അയച്ചിട്ടൊന്നുമില്ല. ലേഖക്കും അയച്ചില്ല. ലേഖയും നിങ്ങൾ നാട്ടിലുണ്ടാകുമ്പോ CV അയച്ചപ്പോ തന്നെ ലേഖ പറഞ്ഞിരുന്നു ഈ CV പറ്റില്ല, CV മാറ്റിയിടണമെന്ന്. പക്ഷെ അത് ഗൾഫിൽ വന്നിട്ട് എഡിറ്റ് ചെയ്ത് മാഡം പറഞ്ഞ് എഡിറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് സാർ ലേഖ മാഡത്തിന്. അതും പോരാ, അത് ആയിട്ടില്ല, ഫുള്ളായിട്ടില്ല. സാർ മോളിവിടെ ഉണ്ട്, ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ. ഇപ്പൊ ഈ പബ്ലിക്കിൽ പറ്റില്ലപ്പ. പബ്ലിക്കിൽ അവരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് കുട്ടിയുടെ പ്രൈവസി വിഷയല്ലേ. ഓക്കെ. അല്ല, ഇതെല്ലാം ചോദിച്ചിട്ടില്ല, എന്തൊക്കെയാ പഠിച്ചത്? അതിപ്പോ പബ്ലിക്കിലല്ല. നമുക്ക് 3 പേർക്കും ഇരിക്കാം. അച്ഛനും അമ്മയും നിങ്ങൾ 3 പേരും കൂടി ഇരിക്കും. നോക്കാം, 4 പേര്. പ്രൊസീജർ വിളിച്ചോണ്ട് ടൈം ചോദിച്ചാൽ അവൾ എന്താണ് അവൾ അനുഭവിക്കുന്ന വിഷയം എന്നൊന്നും ഞാൻ പഠിക്കട്ടെ. അത് ആവശ്യമാണ്. കാരണം അങ്ങനെയല്ല, വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. അതെ, പേഴ്സണൽ കോണ്ടാക്ട് പറ്റുമോന്ന് ഞാൻ ചോദിച്ചിരുന്നു അന്ന്. നോക്കാം, ഞാൻ ശ്രമിക്കാം. ഈ ഒരു കേസിന് ഞാൻ ശ്രമിക്കാം മാക്സിമം. കാരണം എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ ശ്രമിക്കാം. പല സന്ദർഭം പല സിറ്റുവേഷനിലായിരിക്കും കുട്ടികൾ പോകുന്നത്. നമുക്ക് മുൻകൂട്ടി അത് ഇന്നാണെന്ന് പറയാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന വിഷയങ്ങള് അതിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയാനും പറ്റില്ല. അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഇത്രയൊക്കെ അത്രയൊക്കെ വയസ്സായിട്ട് 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ വിഷയങ്ങളൊക്കെ നമുക്ക് കടന്ന് നോക്കണ്ടോ. നോക്കാം, ശ്രമിക്കാം ഞാൻ. ഇത്രയും വലിയ വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാല് ഞാൻ എങ്ങനെ ഇപ്പൊ ഈ സമയത്ത് അത് വോയിസ് നോട്ട് പ്ലേ ചെയ്യുന്നു? ഞാൻ ഇത് സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ സാറേ? പറഞ്ഞോളൂ. ബീനയാണ് സാർ, ബീന കെ. ബീന കെ, പറഞ്ഞോളൂ. സാറേ, നമ്മള് വീടൊക്കെ ഒന്ന് മാറി വാടകയ്ക്ക് ഒരു വീടൊക്കെ എടുത്തായിരുന്നേ, കോട്ടയത്തുനിന്ന്. വീട് വാടകയ്ക്ക് ഒരു വീട് മാറി സാറേ. ഇപ്പൊ ഒരു 2 ആഴ്ച ആയുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ സാറിന്റെ പ്രോഗ്രാമുകളൊക്കെ കണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ഓടുമായിരുന്നു. അപ്പൊ നമുക്ക് ആ സ്ഥലവും ഇതൊന്ന് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കൽ മാഡത്തിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് സാറിന് തരാമെന്ന്. ക്യാമറ ഓൺ ചെയ്ത ബീന. സോറി, ഓക്കെ. ഇപ്പൊ കിട്ടി സാറേ. നമ്മള് ഒരു കാര്യം പറയുമ്പോഴ് അത് നമ്മൾ അകത്ത് എങ്ങനെ ഇരിക്കുന്നു എന്ന് പ്രത്യക്ഷമായി നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. നമുക്ക് പോലും അറിയില്ല, നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അകത്തുള്ളത് അങ്ങനെ അങ്ങ് പ്രതിഫലിച്ചു കളയും. ഇപ്പൊ നമുക്ക് 500 രൂപ ഒരു ദിവസം കിട്ടുന്ന 500 രൂപയാണ്. അത് കുറവാണ്. കാരണം ഇന്നത്തെ സമയത്ത് 1500, 2000 ഒക്കെ കിട്ടേണ്ട അവസ്ഥയിൽ 500 കിട്ടുന്നത് കുറവാണ്. പക്ഷേ റിയാലിറ്റി ഈ 500എങ്കിലും എനിക്കുണ്ടല്ലോ എന്നുള്ളത് റിയാലിറ്റി. അപ്പൊ ആ സന്തോഷം നമ്മളുടെ അകത്ത് നിറയണം. പുറത്തുണ്ടായിട്ട് കാര്യമില്ല. പുറത്തുണ്ടായത് കൊണ്ട് നമുക്കറിയില്ല. അകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ ആണ് നമുക്ക് അടുത്തത് 500, 1000 ആവും. 1500, 1000, 1500 ആയി മാറുന്നത്.
അപ്പൊ അത് അകത്ത് അത്രയും എടുക്കണം. നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ സാറേ, 9 മണി തൊട്ട് 5 മണി വരെ പണിയെടുത്താലാണ് കിട്ടുന്നത്. കറക്റ്റാണ്. പക്ഷെ ഞാനൊക്കെ എപ്പോഴായിരിക്കും, ഇന്നിപ്പോ ഞാൻ രാവിലെ 3:30 മണിക്കാണ് ഈ പണി തുടങ്ങുന്നത്. നിങ്ങളൊക്കെ ക്ലാസ് പഠിപ്പിക്കുന്ന സമയം 3:30 മണിക്കാണ് തുടങ്ങുന്നത്. രാത്രി 10:30 മണി വരെയാണ്. നോ സ്റ്റോപ്പ്. 1 മിനിറ്റ് പോലും സ്റ്റോപ്പില്ല. ഇവിടെ ഇത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകും, ഓഫീസ് വന്നു. ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ 3 മണിക്കാണ് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത്. കഴിക്കുമ്പോഴും ഞാൻ ഒരാളോട് പ്രസീനയോട് സംസാരിച്ചുകൊണ്ടും അമ്മയോടും സംസാരിച്ചുകൊണ്ടാണ് കഴിച്ചത്. അത്രയും സമയമില്ല. ആ സമയമില്ലാത്തതുകൊണ്ടല്ലോ കേട്ടോ. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പൈസ തന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് 3000 രൂപ വരെ തന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അത് ഓരോന്നും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ 1 മണിക്കൂർ അപ്പോയിന്റ്മെന്റ് തന്നാൽ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ സംസാരിക്കും. എനിക്ക് നിർത്താം, 1 മണിക്കൂർ നിർത്തിയാൽ. പക്ഷെ ഞാൻ അവരെ മാക്സിമം അത് സന്തോഷത്തോടു കൂടി, ഞാൻ അവർ പറയുന്നത്, എനിക്കും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് കേട്ട് പഠിച്ച് അവർക്ക് സന്തോഷത്തോടെ അവർക്ക് വീണ്ടും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഇന്ന് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിനല്ല, ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിനാണ് വില. അവിടെയാണ് വില. അപ്പോൾ 500 ഇപ്പൊ കിട്ടുന്നതെങ്കിൽ ബീന 500 ചെയ്യുക. അടുത്ത മാസം 600 ആക്കുക, 700 ആക്കുക, 800 ആക്കുക, 1000 ആക്കുക, 2000 ആക്കുക, 3000 ആക്കുക. അങ്ങനെ ഉയരട്ടെ. അങ്ങനെ ചിന്തകളെ മാറ്റിപ്പിടിക്കുക സമയം. ഇനിയിപ്പോ എന്തായാലും മാറി, അവിടെ നിന്നൊരു സാഹചര്യം മാറി. ചേച്ചിക്ക് പെട്ടെന്ന് സുഖാവും, നന്നായിട്ട് പെട്ടെന്ന് സുഖാവും. ഈ അസുഖം വലിയ ടെൻഷൻ അടിക്കേണ്ട, സുഖാവും. ഞാൻ ഒന്നുകൂടി, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഇതൊന്ന് കഴിയട്ടെ, ഈ കീമോ ഒന്ന് കഴിയട്ടെ. മുഖത്തെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ബീനൊക്കെ. ഞാൻ 2 ദിവസമായിട്ട് നിന്റെ ക്ലാസ്സിൽ കണ്ടു. ആ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. 2 ദിവസം ക്ലാസ് കണ്ടിരുന്നു. ഒന്നുകൂടി ചെയ്യുക. ഇനി കുറച്ചും കൂടി സാമ്പത്തികം കൂട്ടാനായിട്ട് നോക്കൂ. ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യൂ. നന്നായി വരട്ടെ കേട്ടോ. ടെൻഷൻ അടിക്കും, പെട്ടെന്ന് മാറട്ടെ കേട്ടോ. ഒട്ടും പേടിക്കണ്ട കേട്ടോ. പേടിക്കണ്ട. ഓക്കെ, താങ്ക് യു. സാറേ, വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് വല്ലതും പറയാറുണ്ടായിരുന്നു സാറേ? സമയം നമ്മുടെ വീടേ, നമ്മുടെ വീട്, നമ്മുടെ പഴയ വീടുണ്ടല്ലോ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? അത് വിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും? കുറച്ച് ദിവസം കഴിയട്ടെ, അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ദിവസം, ഓക്കെ സാർ, ഓക്കെ, ഒരു ദിവസം ഇരിക്കാം. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. വാടകയല്ലേ കൊടുക്കണ്ടു, വേറെ ബാക്കിയുള്ള കടവല്ല അതുപോലെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ സാർ, ഓക്കെ കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു. സാർ, ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ സാർ, ഞാനേ ഒരു കട തുടങ്ങണ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? കട ടൈലറിങ്ങും നൈറ്റി പീസുമായിട്ടേ. നിന്നോട് ഞാൻ അന്ന് തൃശ്ശൂർ വരുമ്പോഴും പറഞ്ഞിരുന്നു, കയ്യിലിരിപ്പ് മാറാത്തടത്തോളം നീ പോയി കട തുടങ്ങരുത്. ഇപ്പൊ മാറിയോ? മാറി. റെഡി ആയോ? കൈ ശരിയായി കഴിഞ്ഞാൽ കയ്യല്ല, ഒടിഞ്ഞ കൈയല്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോ ഞാൻ കുറച്ച് ദിവസമായിട്ട് കണ്ടു. കൃത്യമായ സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, രാവിലെ യോഗ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻ എല്ലാം ചെയ്യുന്നതായിട്ട് അന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിന്റെ മാറ്റമുണ്ട്. കൈ ഒടിഞ്ഞത് ശരിയല്ല, കാരണം അത് കുഴപ്പമില്ല, ശരിയാക്കാം, അത് വിഷയമില്ല. തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ലോണിന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ കട ചോദിച്ചിട്ടുണ്ട്. അവര് കൂടുതലാണ് പറയണേ. ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടി അന്വേഷിച്ച്. എന്താണ് അവര് കൂടുതൽ പറയുന്നേ? വാടക, റെന്റ് കൊടുക്കണതേ. ഒരു മിനിറ്റ്, ഓക്കെ. നിങ്ങൾ എന്തിനാണ് കട എടുക്കണേ? അത് ടൈലറിംഗ് ഷോപ്പും. ഓക്കെ, ടൈലറിംഗ് ഷോപ്പ് അല്ലെ? എത്രയാ അവര് വാടക ചോദിക്കുന്നേ? അവര് പറയുന്നത്, ഇപ്പൊ ഇന്ന് പറഞ്ഞത് അവര് 7 ചോദിക്കുന്നു. 7000 രൂപ. 7000 രൂപ അല്ലെ? 7000 രൂപ. നിങ്ങളാ ടൈലറിംഗ് ഷോപ്പ് അവിടെ തുടങ്ങുന്നത് എത്രായിരം രൂപ വരുമാനം ഉണ്ടാക്കാനാണ് ടൈലറിംഗ് ഷോപ്പ് ഇടുന്നത്? എനിക്ക് ഇതിനെ പറ്റി, ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ല. എന്നാ ചെയ്യരുത്. സത്യമായി പറയാം, എന്നാ ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്ത്, ഞാൻ ബിസിനസ് പഠിപ്പിച്ചു തരാം, എന്നിട്ട് ചെയ്യാൻ പോവാ. പിന്നെ ഒരു കാര്യം, ലോൺ എത്രയാ വേണ്ടത്? ലോണ് അവര് 1 ലക്ഷം തരാന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തിനാ?
അത് വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. അത് എന്തിനാ അവരും ലോൺ? കൂടി എന്തിനാ ലോൺ എടുത്താലല്ലേ കട തുടങ്ങാൻ പറ്റുള്ളൂ. എന്തിനാണ് ഞാൻ ലോൺ? എന്ത് ചെയ്യാനാണ്? ഈ ബിസിനസ് കട തുടങ്ങാൻ വേണ്ടിട്ട്. എന്നിട്ട് അതിന്റെ എന്ത് കൊടുക്കാനാണ് ഈ ലോൺ? എന്ത് ചെയ്യാനാണ്? 7,000 രൂപ വാടക, അതിനിപ്പോ ലോൺ വേണ്ടല്ലോ, അത് പിന്നെ കൊടുത്താൽ പോരെ? അങ്ങനെ ചോദിച്ചെനിക്ക് സിന്ധു, നീ ബിസിനസ് പഠിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പോയാൽ മതി. നീ തൽക്കാലം പോണ്ട. കാരണം ആ കാശും കൂടി നിന്റെ പോകുന്നത് കാണാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിച്ചു തരാം. പഠിച്ചിട്ട് പോയിക്കോ. ബിസിനസ് പഠിച്ചിട്ട് തന്നെ ചെയ്യണം. നീ ചെറിയ കച്ചവടം ചെയ്യുന്നു, നിങ്ങൾ വലിയ കച്ചവടം ചെയ്യുന്നു, പഠിക്കണം. ഇപ്പൊ പറഞ്ഞില്ലേ 7,000 രൂപ വാടക വലിയ വാടകയാണെന്ന് പറഞ്ഞില്ലേ? അവിടെ മുതൽ തുടങ്ങി ബിസിനസിന്റെ പാളിച്ച ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇങ്ങനത്തെ ആരും ചെയ്യരുത്. പിന്നെ 1,00,000 രൂപ വാടക 1,00,000 രൂപ ലോൺ എടുത്തിട്ട് 3 ആള് കൂടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാല് 1,00,000 രൂപ മാസം അടവുണ്ടല്ലോ, ആ അടവിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇതിൽ നിന്ന് വരണം. അപ്പൊ എത്ര വരണമെന്ന കാൽക്കുലേഷൻ വേണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര രൂപ വേണമെന്ന് അറിയണം. അത് ഒരു കാര്യം ചെയ്യും സിന്ധു, എളുപ്പത്തിൽ ഇപ്പൊ ഞാൻ പറയും. ഇപ്പൊ ബിസിനസിന് ക്ലാസ് തൽക്കാലം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് മാസ്റ്ററുടെ ഒരു മലയാളം പുസ്തകം, നമ്മുടെ പുസ്തകം മറ്റൊന്ന് കൊല്ലത്ത് വെച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നീ പ്രസീതെ വിളിച്ചിട്ട് പുസ്തകം ഒന്ന് വാങ്ങിച്ചോ. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്നൊരു ചോദ്യം, അതിലൊരു ചാപ്റ്റർ ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നിനക്ക് എന്ത് മനസ്സിലാവുമെന്ന് ആദ്യം ആലോചിച്ചു. എന്നിട്ട് എന്നോട് പറ. എന്നിട്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ആയിക്കഴിഞ്ഞ് ചെറിയ കോഴ്സും ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക്. വെറുതെ കൊണ്ടുപോയി ചാടി കയറി പൈസ കൊടുത്ത് കളയരുത് ദയവ് ചെയ്ത്. കാരണം അത് പോകും. നിങ്ങൾ ടൈലറിങ് തുടങ്ങുന്ന നല്ല കാര്യം, വിജയിക്കാൻ പറ്റും. നേരത്തെ പ്രസീന പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രസീന പറഞ്ഞത് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ എത്ര ബിസിനസ്സിനെ ആഗ്രഹിച്ചു അതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. മാസം 10,000 ലക്ഷക്കണക്കിന് രൂപ എനിക്ക് ടൈലറിങ് ഷോപ്പിൽ. എനിക്ക് വർക്ക് തരാത്ത ആൾക്കാരടക്കം വിളിച്ചിട്ട് പറയാണ്, പ്രസീന ഒന്ന് ഇവിടെ ഉണ്ടോ, പ്രസീന ഒന്ന് എന്റെ ഇതൊന്ന് ചെയ്തു തരുമോ. അത്രയും വർക്കാണ്. എനിക്ക് നല്ല സന്തോഷമാണ്, നല്ല വരുമാനമാണ്, നല്ല സമ്പാദ്യമാണ്. പക്ഷെ മനസുഖം കുറച്ച് വീട്ടിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ എന്നെ വന്നത്. അപ്പോൾ ബിസിനസ് ഇത് ആൾക്കാർ നിങ്ങൾക്ക് ടൈലറിംഗ് ഒക്കെ നല്ലതാണ്, വരും, ഒക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് കച്ചവടമാണെങ്കിൽ അറിഞ്ഞു തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും തെറ്റും, പാർട്ട്നേഴ്സും തെറ്റും. എന്തിനാ അതിന്റെ ആവശ്യം? കുറച്ച് പഠിച്ചാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അത് പ്രാവർത്തികമാക്കിയാൽ മതി കേട്ടോ. അതൊന്നും ചെയ്യാം. നീ തിരക്കൂട്ടി ചെയ്യല്ല. തിരക്കൂട്ടി കുറച്ച് പഠിക്കുക. ഒരാഴ്ച മതി. ഒരാഴ്ചയിൽ പഠിപ്പിച്ചു തരാം. എന്താണ് ഇത് മനസ്സിലാക്കി തരാം. നമുക്കെല്ലാവർക്കും തോന്നുന്നത് എന്താ അറിയാം, നമ്മളെല്ലാം ഇതും കൂടി പറഞ്ഞു പോവാണ് ഞാൻ. എല്ലാവരും ആരും ഇതെല്ലാം ഞാൻ നിങ്ങൾ ഒരാളെ ഉദ്ദേശിച്ച് പറയണല്ല, കോമൺ ആയിട്ട് പറയാണ്. നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ഒരു പണിയില്ലാത്തവർക്ക് പറ്റിയ പരിപാടിയാണ് ബിസിനസ്. അത് അല്ലെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ബിസിനസ്. മൊത്തം തെറ്റാണ്. ബിസിനസ് സാധാരണ ഇങ്ങനെ ആർക്കും ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അതുള്ളവർക്കേ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഞാൻ കുറച്ച് ഇപ്പൊ ഒരാൾ ഉദാഹരണം പറയാണ്, ഇതേ കാര്യം നമ്മൾ ലത സരസ്വതി തുടങ്ങുമ്പോൾ പറഞ്ഞതാണ് ബിസിനസ് മെന്റർഷിപ്പ് ക്ലാസ്സിൽ. അവർ നല്ലതായിട്ട് സക്സസ് ആയിട്ട് ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് ഡ്രസ്സ് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരിക, ഇവിടെ വെക്കുക, എന്നിട്ട് സ്റ്റാറ്റസ് ആക്കി വെക്കുക, ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു പറയുക, കുടുംബക്കാരോടൊക്കെ വിളിച്ചു പറയുക, അവരൊക്കെ വാങ്ങിക്കും, അതിൽ എനിക്ക് ലാഭം കിട്ടും. അവിടെ തുടങ്ങി നിങ്ങളുടെ പരാജയം. നിങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. നമ്പർ 1. നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. ഇത് എല്ലാ ബിസിനസ്സുകാരുടെ ആയിട്ടാണ്. കാരണം നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ 500 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ 1000 രൂപയ്ക്ക് വിൽക്കണം. അപ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥ ബിസിനസ്സുകാരനാവുന്നത്. അതിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതിൽ നിങ്ങൾ കസ്റ്റമർ കെയർ പ്രൊവൈഡ് ചെയ്യണം. ആൾക്കാർക്ക് വേണ്ട വാല്യൂ ആണ്. ഞാൻ വാങ്ങിക്കുന്ന ഈ ടീഷർട്ടിന് എനിക്ക് വാല്യൂ ആണ് വേണ്ടത്. ആ വാല്യൂ കൊടുക്കുന്നതാണ്. പക്ഷെ ബന്ധുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 500 രൂപയുടെ സാധനം 485 രൂപക്ക് നിങ്ങളെ ബന്ധുക്കൾ കൊടുക്കും. എന്നിട്ട് അവരുടെ 100 പ്രാക്ക് നിങ്ങൾ വാങ്ങിക്കും. ഇല്ലാന്ന് പറ. ശരിയാണ് സാർ. നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയോ ഏട്ടത്തിയോ അമ്മായിയോ നിങ്ങൾക്കൊരു സാധനം തന്നാൽ 2 പ്രാവശ്യം അലക്കുമ്പോൾ നിങ്ങൾ പറയില്ലേ, എന്ത് സാധനമാണോ ഇവൻ തന്നത് എന്ന് പറയില്ലേ?
മനുഷ്യനാണ്. ഒരിക്കലും പാടില്ല. നമ്മൾ ഏറ്റവും വലിയ തെറ്റുകളൊക്കെ കുറേ തെറ്റുകൾ ബിസിനസ് ചെയ്യും. നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യും. നമ്മൾ വിചാരിക്കും ബിസിനസ് ചെയ്യാം, എനിക്കിത് അറിയാമല്ലോ, ചെയ്യാം. എന്നിട്ട് ആദ്യം പോയി ഒരു അഭിപ്രായം ചോദിക്കുന്ന ആരോടെന്നറിയോ? ഒന്നിക്കിൽ ജ്യേഷ്ഠനോട്, അല്ലെങ്കിൽ ഭാര്യയോട്, അല്ലെങ്കിൽ ഭർത്താവിനോട്, അല്ലെങ്കിൽ അച്ഛനോട്, അമ്മയോട്. ജീവിതത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് അറിയ പോലും ഇല്ലാത്ത ആളോട് നിങ്ങൾ പറ, ഞാനത് ചെയ്യട്ടെ. ആ, അവർ അപ്രൂവൽ കിട്ടി ചെയ്തോളാം. എന്തെന്ന് അവർക്കും ഇതൊന്നും അറിയില്ല, എനിക്കും അറിയില്ല. കണ്ടവൻ ആകാശം കൊണ്ട് പോകും. ഞാൻ അനുഭവങ്ങളായി പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ എന്നോട്, നമ്മൾ കണ്ടതും ഞാൻ അനുഭവിച്ചത് അനുഭവം. ഒരിക്കലും നിങ്ങൾ ബിസിനസ്സിന്, ഇപ്പൊ ഞാനൊരു ബിസിനസ് പ്ലാൻ ചെയ്തു, ഞാനൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 15 ദിവസമായി അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വഴികളിലും അതിനെപ്പറ്റി, അത് ബിസിനസ് തുടങ്ങാൻ എനിക്കറിയാം. അതിന് എങ്ങനെ മുന്നോട്ട് പോകണം, അതിന്റെ സ്ട്രാറ്റജി എന്താണ്, സിസ്റ്റം എന്താണ്, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ആൾക്കാരെ ഹയർ ചെയ്യണം, എന്റെ ആൾക്കാർ കൂടെ ജോലി ചെയ്യുന്നവർ ഏത് ക്വാളിഫിക്കേഷൻ, എനിക്കൊരു 4-5 മാസക്കാലം എടുക്കും ഒന്ന് പ്ലാനാക്കി വരാൻ. എന്നിട്ടേ എത്ര കാശ് ചെലവാക്കണം എന്ന് പോലും ചിന്തിക്കാൻ പറ്റും. ബിസിനസ് ഇസ് നോട്ട് സോ ഈസി. അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് സ്വയം തൊഴിൽ. ഓക്കെ, നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തോളൂ. സിന്ധുകൊണ്ട് ഇപ്പൊ പറയാം, വീട്ടിൽ തന്നെ ചെയ്തോളൂ. ഒരു ടൈലർ മെഷീൻ മേടിച്ചു വെച്ചോ. എനിക്കൊന്ന് 35,000 40,000 എത്ര ലതാംബിക ടൈലർ മെഷീന്? 35,000 40,000 രൂപ കൊടുക്കണം. വാങ്ങിച്ചു വെച്ചോ. ഡെയിലി ആൾക്കാരോട് മേടിച്ചോ, കട്ട് ചെയ്തോ, സ്റ്റിച്ച് ചെയ്തോ കൊടുത്തോ, പൈസ പോക്കറ്റിൽ മേടിച്ചോ. ആഹാ, വൈകിട്ടാകുമ്പോ ഒരു അൽഫഹം മന്തി വാങ്ങിച്ചോ, കഴിച്ചോ. അത് സന്തോഷം, അടിപൊളി. ഒരു അല്ലലും അലമ്പൂല, ഇത് കിട്ടുകയും ചെയ്യും. എന്തിനാ ഇപ്പൊ പോയി? 23,000 സാർ മെഷീന്. എത്ര? 23,000 ഹൈ സ്പീഡിൽ. സാർ ഞാൻ കടയിൽ ഒരാളിനെയും കൂടെ വെക്കണമെന്ന് വിചാരിക്കുന്നു. ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല കാര്യം വെച്ചു. 1,000 രൂപ കൂടുതലൊന്നും എനിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്തോ, തിരക്കുന്നുണ്ട്. ചെയ്തു, ചെയ്തു. ഞാൻ ഈ ഒരാളല്ല, നിങ്ങൾക്ക് 2-3 പേരെ ഇപ്പൊ ഈ സമയം, ഈ വർഷം 3 പേരെയും കൂടി നിങ്ങൾക്ക് വെക്കാം. അത്രയും കപ്പാസിറ്റി അവിടെ. ഒന്നും കൂടി അടുത്ത ഷോപ്പും കൂടി കിട്ടുന്ന നോക്കോ, എക്സ്പാൻഡ് ചെയ്തോ കുറച്ചും കൂടി. നോക്കാം സാർ. എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ പറ്റുമെന്നോ, ഈ 2 ബസ് കയറി അവിടെ പോകാൻ പറ്റുമെന്നോ ഒന്നും ഉള്ള ഒരു ഇതില്ലായിരുന്നു. ആ ഒരു എന്റെ ഒരു മനസ്സിന്റെ ഒരു ഭയങ്കര ഒരു ആ പ്രാർത്ഥന, ആ ഒരു നമ്മുടെ ഒരു സാറിന്റെ ഒരു സപ്പോർട്ട്, അതുകൊണ്ട് മാത്രമാണ് പറ്റുന്നത്. രാവിലെ എണീറ്റ് എല്ലാം ചെയ്ത് പോകാനും, വൈകുന്നേരം രാത്രിയാവും 7:30 ആവും ചിലപ്പോൾ ഇങ്ങ് വരാനും. എങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ലേ എനിക്ക്? അത് തന്നെ എനിക്കൊരു ഭയങ്കര, എന്താ ഞാൻ പറയാന്ന് എനിക്കറിയില്ല. അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഇത്രയും വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഞാൻ പോയി ഇങ്ങനെ ഇത് ചെയ്യണമെങ്കിൽ അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ, പിന്നെ ആൾക്കാരുടെ എല്ലാം നല്ല അഭിപ്രായം കേൾക്കുമ്പോഴുള്ള സന്തോഷം എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരു ബ്ലെസ്സിങ് കൂടി അവിടെ ചേർക്കാം. പ്രാവശ്യം കൊല്ലത്തേക്ക് വരുന്നുണ്ടല്ലോ, ഉണ്ട്. ഒരു മിഷൻ കൂടി ഞാൻ അങ്ങ് തരാം. താങ്ക് യു സർ. താങ്ക് യു. അവിടെ ഇരിക്കട്ടെ, എന്റെ വക ഒരു മിഷൻ അവിടെ ഇരിക്കട്ടെ. കേട്ടോ? സന്തോഷം സർ. ഒരാളെ വെച്ചോ. എന്നെ ഇങ്ങനെ ഇത്ര ആക്കി എടുത്തില്ല. ആ ഒരു ഇങ്ങനെ പോവാൻ പറ്റുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഇനിയൊരു ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റുമെന്ന് ഒരു ഇതുമില്ലായിരുന്നു. ഒരു വാശിപ്പുറത്ത് അപ്പൊ അങ്ങ് ചോദിച്ചു. നിങ്ങള് ബിസിനസ് എന്നൊന്നും ഞാൻ നിങ്ങളത് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളിപ്പോ പൊരുതുകയാണ്. നിങ്ങളിപ്പോ എനിക്കത് അതിലാണ് ഞാൻ സന്തോഷം. ഞാൻ നിങ്ങൾ ആദ്യം വന്നന്ന് മുതൽ നിങ്ങൾ അത്രയും ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പൊരുതി നിർത്താണ് എന്നെ നിങ്ങളുടെ ഹൃദയത്തിലോട് ചേർത്ത് വെച്ചത്. ഏത് സമയത്തും എനിക്ക് അത്രയും ഞാൻ നിങ്ങളെ അതിനകത്ത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കോടിക്കണക്കിന് രൂപ, നിങ്ങൾ ഈ കേൾക്കുന്ന ഇവര് ചെറുതൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു ബിസിനസ് അല്ല. പക്ഷെ ഇപ്പോ സാഹചര്യങ്ങൾ അങ്ങനെയായി. പക്ഷെ അവിടെയും വീഴാതെ നിൽക്കാൻ പറ്റുന്ന കരുത്തുണ്ടല്ലോ, അതിനെയാണ് എനിക്ക് ചേർത്ത് വെക്കേണ്ടത്. ആ കരുത്തിന് ഞാൻ പറഞ്ഞതാണ് കല്ലോ കഴിഞ്ഞ വർഷം നല്ല സന്തോഷം. നിങ്ങൾ അതുപോലെ ബാക്കിയല്ല, നമ്മള് എന്താ പറയാ, പലതിനെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, ഒഴുക്കിനെതിരെ നീന്തുക.
ഒഴുക്കിൽ നീന്താൻ ആർക്കും വിഷയം, ഒഴുക്കിനെതിരെ നീന്തുക. വിധി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തോൽപ്പിക്കണം, പിരിച്ചിടാൻ പറ്റും. പൊരുതി തോൽപ്പിക്കണം. തിരിച്ചിടാം. വിധി പല രൂപത്തിലുണ്ടാവും. വിധി നമ്മളല്ല നിർമ്മിച്ചതെങ്കിൽ അതിന് നമുക്ക് പക്ഷെ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കാണിച്ചു കൊടുക്കണം. അതെങ്ങനെ? ദൈവികമായി തന്നെ കാണിച്ചു കൊടുക്കണം. ഒറ്റ കാര്യം പോലും ദൈവകീയമല്ലാത്ത ചെയ്യാതെ കണ്ട്, അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നത്. കർമ്മങ്ങളെല്ലാം ഡൈല്യൂട്ട് ചെയ്യുന്നത് നമ്മൾക്ക് കർമ്മത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവികമായി കഴുകിക്കളയാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ്. അതിനെ നമ്മളത് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അനുഭവിച്ചാലും പറയാ, എന്നെ ഇവിടെ ഒന്നും തളർത്താൻ പറ്റില്ല, എന്റെ ലക്ഷ്യം എന്നെ ചെയ്യുമെന്ന് പറയുന്ന, അതാണ് ആർജവം, അതാണ് ആവശ്യം. അതിനു വേണ്ടി ചെയ്യണം. നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി അയക്കണം. വിധിയുടെ വക്താക്കളായി ജീവിക്കാൻ എല്ലാവർക്കും പറ്റും. ദ വിക്ടം ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം, അതാർക്കും എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് പറ്റും, ഇത് ആരെ കൊണ്ടും പറ്റും. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് പറയാനുള്ള കഴിവുണ്ടോ, ആർജവുണ്ടോ? അതാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഞാൻ എല്ലാം എന്താ പറയാ, നമ്മള് സാറ് ഞാൻ ആദ്യം സാറിനോട് അനുവാദം ചോദിച്ചപ്പോ സാർ അന്ന് എന്നോട് ചോദിച്ചിരുന്നു പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റും, എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. നല്ല മാറ്റം, നിങ്ങൾ നല്ല മാറ്റമാണ് ആദ്യം വന്നതിന് ശേഷം. ആദ്യം വന്ന ആളേ അല്ല, മൊത്തത്തിൽ മാറിപ്പോയി. അന്ന് എത്ര ദിവസമാണ് എന്റെ ക്ലാസ്സിൽ വന്ന് നിങ്ങൾ കരഞ്ഞത്? എത്ര ദിവസങ്ങളാ? ഇന്ന് കരയോ? കരച്ചിലില്ല അല്ലേ? സന്തോഷം കൊണ്ട് കരയുന്നു. ലേവൻ ഇവർ ആദ്യം മുതൽ, ലതാംബിക എത്ര കാലങ്ങളായിട്ട് ആദ്യം മുതൽ നമ്മൾ ക്ലാസ്സിലാണ്, എല്ലാ ക്ലാസ്സിലും ഉണ്ട്, എല്ലാം പ്രാക്ടീസ് ചെയ്യും, എല്ലാം നോക്കും. ആ മാറ്റാണ് കാണുന്നത്. മതി. ഒറ്റക്ക് ഇത്രയും മണിക്കൂർ, എത്ര മണിക്കൂറാ ജോലി ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞു, നേരത്തെ ബീന പറഞ്ഞു, ഇവർ എത്ര മണിക്കൂറാ ജോലി ചെയ്യുന്ന അറിയോ? രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനി 11 മണി വരെ കണ്ടിന്യൂസ് ആണ്. 65 അല്ലേ, 62 വയസ്സായി, 69 വയസ്സായി. ബർത്ത്ഡേ മിനിയാന്ന് ബർത്ത്ഡേ ഇപ്പോഴും ഹെമ്മിങ് ചെയ്തോണ്ടിരിക്കുക. ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞ, ഇപ്പൊ ബിന്ദു നേരത്തെ പറഞ്ഞ 5:30 മണി തൊട്ട് 7:30 മണി, അല്ല 8:30 മണി തൊട്ട് 7:30 മണി തൊട്ട് 7:30 മണി വരെ ജോലി ചെയ്തിട്ട് 400 രൂപ കിട്ടുന്ന ആൾക്കാരുള്ള കാലത്താണ് 9 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്തിട്ട് 500 രൂപ കിട്ടുന്നത്. അതിന് പിടിക്കാം, അവിടെ നിർത്തണം. ഈ 9:30 മണി തൊട്ട് 5 മണി വരെ ഞാൻ 1500 ഉണ്ടാക്കുമെന്ന് പറയുന്നതാണ് കഴിവ്. അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനി 9 മണിക്ക് എനിക്ക് പോകണ്ടു, 6 മണി തൊട്ട് 9 മണി വരെ ഞാൻ 500 കൂടി ഉണ്ടാക്കും. ഇതാണ് നമ്മൾ നേടേണ്ടത്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ എന്നെ പോലുള്ള ആൾക്കാർ ക്ലാസ് വന്നിട്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. ഇവിടെ എനിക്ക് തരാനുള്ള കപ്പാസിറ്റി ഇതാണ്. നിങ്ങൾ 9 മണി അത്രയാണ് വാങ്ങിക്കുന്നത് എങ്കിൽ രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാക്കാൻ നോക്കൂ. വൈകിട്ട് നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാക്കാൻ. അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കലുണ്ട്. രാവിലെ സ്റ്റിച്ച് ചെയ്യും, വൈകുന്നേരം വന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഇടയ്ക്ക് ഇത് എൻജോയ് ചെയ്യും വേണം. വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. മക്കൾക്ക് വേണ്ടി കൊടുക്കാനല്ല, എന്നിട്ട് എൻജോയ് ചെയ്യണം. അപ്പോഴാണ് ലൈഫ്. നമുക്ക് ഇടയ്ക്ക് നമുക്ക് എൻജോയ്മെന്റ്, സിനിമക്ക് പോകാൻ പറ്റണം, പാട്ട് പാടാൻ കേൾക്കണം, പാട്ട് കേൾക്കണം, ഒക്കെ വേണം. അതില്ലെങ്കിൽ ലൈഫില്ല. അതും കൂടി വേണം. അല്ലാതെ എല്ലാം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു കളയാമെന്ന് ജയശ്രീ വിചാരിക്കുന്ന പോലെ വിചാരിക്കണ്ട ജയശ്രീ കേട്ടോ. ജയശ്രീ വെറുതെ പറഞ്ഞ എല്ലാം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് എങ്ങനെയെങ്കിലും മക്കളെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു തന്നേളൂ, സന്ദർഭവശാൽ പറഞ്ഞു തന്നേളൂ. ഉണ്ടാക്കിക്കോ, നമ്മളും കൂടി ജീവിക്കണം. നമ്മൾ ജീവിക്കാതെ മറ്റുള്ളവർക്ക് മാത്രം കൊടുത്തോണ്ട് അപ്പൊ അവരുടെ ജീവിതത്തിൽ ആരും കൊടുക്കും? നമുക്കൊരു തോന്നലുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാം എന്റെ മക്കൾക്ക് കൊടുത്ത് അവർ രക്ഷപ്പെടും. ഒരിക്കലും ഇല്ല. ഒറ്റ പട്ടത്തെറ്റാത്. ഒരിക്കലും നടക്കില്ല. അങ്ങനെ നമ്മൾ 1000 രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്, അത് നമ്മൾ അതിനകത്ത് 10 രൂപ ചെലവാക്കുമ്പോൾ നമ്മൾ ഒരു സുഖം അനുഭവിക്കും. നിങ്ങൾ ആ 1000 എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തോളൂ. കഷ്ടപ്പെടാത്തവർക്ക് അവൻ 1000-ന് 5000 ചെലവാക്കിയാലും ആ സുഖം അനുഭവിക്കാൻ പറ്റില്ല. ആ വാല്യൂ ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാറ്റമുണ്ടാക്കുക. അത് അവരവർ ഉത്തരവാദിത്തം. സാർ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാം ഇനി പാക്കേജുകളാണ് തരുന്നത്, കോഴ്സുകളല്ല പാക്കേജുകളാണ് തരുന്നത്. പാക്കേജ് ആകുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടും. ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ക്ലാസ്സുകൾ, കുറേ പ്രാക്ടീസുകൾ, അങ്ങനെയൊക്കെയാണ് തരുന്നത്. മെമ്പർഷിപ്പാണ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ തരുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പാണ്. ബേസിക് മെമ്പർഷിപ്പ്, സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പ്, എലൈറ്റ് മെമ്പർഷിപ്പ്, പ്രീമിയം മെമ്പർഷിപ്പ്. അതൊക്കെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ അറിവിനനുസരിച്ചും, അതായത് നിങ്ങളുടെ
ആ നിലവിലെ സാഹചര്യത്തിനനുസരിച്ചുള്ള മെമ്പർഷിപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് നിങ്ങൾ സംശയം വരും ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അഡ്മിനെ വിളിച്ച് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓരോ ക്ലാസ്സിലും ഏത് കോഴ്സുകളാണ് വരുന്നതെന്നും ഏത് മെമ്പർഷിപ്പിൽ ഏതാ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ കൊല്ലം പ്രോഗ്രാം നിങ്ങൾ ഇപ്പൊ 20-ാം തീയതി ലേറ്റ് ആക്കരുത്. 1-ാം തീയതി ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കുറേ സാധനങ്ങൾ പുതിയതായിട്ട് ഓർഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വരുന്ന ആളുടെ അവസ്ഥ അനുസരിച്ച് എനിക്ക് ആ സാധനം ഉണ്ടാക്കാനും ഓർഡർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 20 ദിവസം എനിക്കത് ഓർഡർ ചെയ്ത് സാധനം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. കാരണം കുറെ സ്റ്റോണുകളും കുറെ ക്രിസ്റ്റൽസും കുറെ ബ്രേസ്ലെറ്റുകളൊക്കെ പല രൂപത്തിലും പലതിനും ഓരോ ആളുടെയും അവരുടെ വിഷയങ്ങൾ അനുസരിച്ച്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ചിലവർക്ക് നാഗദോഷമുണ്ട്, ചിലവർക്ക് ഗ്രഹദോഷമുണ്ട്, ചിലവർക്ക് വാക്കുദോഷമുണ്ട്, ചിലവർക്ക് ദൃഷ്ടിദോഷമുണ്ട്, ചിലവർക്ക് അവരകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കീമ അങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ മാനസികമായ വിഷയങ്ങളും ശാരീരികം, അങ്ങനെ ഓരോ ആൾക്കും വ്യത്യസ്തമാണ്. ഇത് ആ വന്നവരെ എനിക്ക് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് എന്തെങ്കിലും എടുത്തു തരും. നിങ്ങൾക്ക് എന്താ ഗുണം, നിങ്ങൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പോരാ എനിക്ക്. നിങ്ങൾ സമയം ലേറ്റ് ആക്കാതെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. എന്തൊരു വിരോധാഭാസമാണ് മനുഷ്യന്റെ. അവനവനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എന്നിട്ട് പറയണേ എന്റെ മക്കളെ നോക്കണം, എന്റെ ഭർത്താവിനെ നോക്കണം, എന്റെ ഭാര്യയെ നോക്കണം, എന്റെ അച്ഛനെ നോക്കണം, എന്റെ അമ്മയെ. എന്ത് പ്രപഞ്ചം, എന്തൊരു മായാ പ്രപഞ്ചമാണ് നമ്മുടെ. ഒന്നും വേണ്ട, നമ്മളൊന്ന് മനസ്സിലാക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. എന്താണ് ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത്, എന്താണ് എന്റെ ബോധം,